ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. കൊച്ചടുക്കളയിൽ നിന്ന് മറ്റൊരു ദിവസം. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യത്യാസമാണ്. ഇന്നത്തെ പരിപാടികളൊക്കെ കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു. നമ്മൾ കുറേ അച്ചാറൊക്കെ ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇനി വീണ്ടും അച്ചാർ സീസണിലേക്ക് ഞാൻ കയറുന്നു. കുറേ കാര്യങ്ങൾ, കുറേ നല്ല കുപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇടാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, അതിൽ 2-3 കാറ്റഗറി. ഒന്ന് തണ്ണിമത്തൻ. ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയമാണല്ലോ. തണ്ണിമത്തൻ ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ കൊണ്ടൊരു അച്ചാറെന്ന് പറയാൻ പറ്റില്ല, പിക്കിൾഡ്, എല്ലാം പിക്കിൾഡാണ്. ഓക്കെ, അച്ചാറെന്നും പറയാം. പക്ഷേ വൈറ്റായിട്ട് നമ്മളെന്താ പറയുക, വെള്ള നാരങ്ങയൊക്കെ ഇടുന്ന പോലെ, അങ്ങനെ ഭയങ്കരമായ അതല്ല, ഉപ്പിട്ട് ഇങ്ങനെ വെക്കില്ലേ അതുപോലെ, ഉപ്പിലിട്ടത്. ഓക്കെ, അപ്പോൾ തണ്ണിമത്തൻ ഉപ്പിലിട്ടത്, ആപ്പിൾ ഉപ്പിലിട്ടത്, ക്യാരറ്റ്, കോവയ്ക്ക, പച്ചമാങ്ങ, അങ്ങനെ എല്ലാം നമുക്ക് ഉപ്പിലിടാം. അപ്പോൾ അതിന് 2-3 കുപ്പി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് തുടങ്ങാം. മാങ്ങ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനത്തെ മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. ഈ ഷേപ്പിലെ മാങ്ങയില്ലേ തന്നെ, അതാകുമ്പോൾ നിറച്ച് ഫ്ലഷ് ഉണ്ട്. മാങ്ങേൻ്റെ വലിപ്പം കുറവാണ്, എത്രയേ ഉള്ളൂ. മാങ്ങേണ്ടി ഫ്ലാറ്റാണ്. ഓക്കെ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം എടുത്ത് വയ്ക്കാം. പിന്നെ തണ്ണിമത്തൻ മാത്രമായിട്ടിടാം, ആപ്പിളും മാത്രമായിട്ടിടാം. ഇത് നമുക്ക് മാങ്ങയും ക്യാരറ്റും പിന്നെ അതിനോടൊപ്പം കോവയ്ക്കയും കൂടി ചേർത്തിടാം. 3 കാര്യങ്ങൾ. കോവയ്ക്ക ഉപ്പിട്ടാൽ നല്ലതാണ് കേട്ടോ. ഉപ്പിട്ട് വെച്ചാൽ എല്ലാം ഉപ്പിട്ടതാണ്, ഉപ്പിലിട്ടത്. ഓക്കെ, അപ്പോൾ അരിഞ്ഞ് തുടങ്ങാം. ഇത് നോക്കി ഇങ്ങനെ എടുത്തിട്ട് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം, സൈഡ്സ്. എന്നിട്ട് നീളത്തിനുള്ള കഷ്ണമായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത്. എത്ര നീളം എങ്ങനത്തെ വേണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഉപ്പ് പിടിക്കണമല്ലോ, അതിനനുസരിച്ചിട്ട് കൊടുക്കാം. എടുത്തെടുത്ത് കടിക്കുമ്പോൾ നല്ല രസമല്ലേ, അങ്ങനത്തെ പീസ് ഇട്ടാൽ മതി. മാങ്ങ ചുറ്റും അറിയാണ്ട് കഴിക്കും, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ചില പുളിയുണ്ട്. വെള്ളരിക്ക മാങ്ങ പോലെ ഇരിക്കുന്നു, വെള്ളരിക്ക മാങ്ങ പോലെ. എന്നാൽ പുളിയുണ്ട് ആവശ്യത്തിന്. ഓക്കെ, ഓ side cutting is important. ഇനി കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്യാം. ഒരുപാട് തിൻ പീസ് അല്ല, കുറച്ച് കട്ടി വേണമല്ലോ, പിന്നെ കടിക്കണമല്ലോ. ഞാനൊരു 3 പച്ചമാങ്ങ എടുത്തു, ഒരു 4 ക്യാരറ്റ് എടുത്തു. ഓക്കെ, കുറച്ച് ക്യാരറ്റ്സ് അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ എന്താണ് ഇതിൽ ഇനി വേണ്ടത്? കോവയ്ക്കയും ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമാണ്. ഇത് മുറിക്കുന്നില്ല, അങ്ങനെ തന്നെ ഇടണം. ഓക്കെ, സൈഡ്സ് മാത്രം കട്ട് ചെയ്താൽ മതി. ഇതൊരു 1/4 കിലോ ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം, എത്ര വേണമെങ്കിലും. ഒരു 10-15 എണ്ണം ഉണ്ട്, എണ്ണം പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് നമ്മുടെ തണ്ണിമത്തനിലേക്ക് കടന്നിരിക്കുവാണ്. കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ അതിൽ പറ്റിയിരുന്നാലും കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. ആ മേലത്തെ സ്കിന്നാണ് കൂടുതൽ പോകേണ്ടത്. ഇത് ഉപ്പിലിട്ട് കഴിക്കാനല്ലേ, അപ്പം അങ്ങനെ ആയിക്കോട്ടെ.
ഒന്നുകിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഇച്ചിരി വലിയ പീസസായിട്ട് ഇങ്ങനെ തന്നെ നമുക്കിടാം. സോഫ്റ്റായിരിക്കുന്ന ഭാഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അതൊന്നും നമ്മൾക്ക് കഴിക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റുന്നു. ഷേപ്പൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം കേട്ടോ. ദാറ്റ് ഈസ് ഓക്കെ. ഇത് കുറച്ച് ഓവർ റൈപ്പായിരുന്നു എനിക്ക് സംശയം. പുറമേ നിന്ന് കാണാൻ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ തണ്ണിമത്തൻ്റെ റിയൽ നേച്ചർ എന്താണ്. ഉള്ളിലേക്ക് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി കുറച്ച് ഗ്രീൻ ചില്ലീസ് കട്ട് ചെയ്യാം. രണ്ടായിട്ട് മുറിച്ചിടാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള മുളക്, പച്ചമുളക്. അപ്പോൾ അത് നോക്കിയിടാം. ഇതിലൊഴിക്കാനായിട്ട് കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ചെയ്യുന്നത്. ഞാൻ വെള്ളം തിളപ്പിച്ച് ഒരു ചെറിയ ചൂടോടുകൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ ആപ്പിൾ ലാസ്റ്റ് അരിയാം, കളർ മാറുന്നൊരു സംഭവം ആയതുകൊണ്ട് ലാസ്റ്റ് നമുക്ക് ഇട്ട് തുടങ്ങാം. ഇതിപ്പോൾ ഒന്ന് വത്തക്ക അഥവാ നമ്മുടെ എന്താ പറയുക, വാട്ടർമെലൻ തണ്ണിമത്തൻ, അതൊരു സെറ്റ്. ഇച്ചിരി മുളക് ഒരു 5-6 എണ്ണം ഞാനിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് വയ്ക്കുവാണ്. 2 ബോട്ടിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആദ്യം കുപ്പിയിലേക്ക് കുറച്ച് പഞ്ചസാര ആദ്യം ഇടാം. ഓക്കെ, ഒരു 2-3 സ്പൂൺ ഇടാം. അത് നോക്കിയിട്ട്, ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇട്ടത്. ഇനി കുറച്ച് സോൾട്ട്, ആവശ്യമുള്ള സോൾട്ട് വേണം. ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി ഒഴിക്കും. ഒരു 1/2 കപ്പ് വിനീഗർ, ഇനി ബാക്കി വെള്ളം. നന്നായി ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇതൊരു 5-6 പച്ചമുളകുണ്ട്, രണ്ടായിട്ട് മുറിച്ചാണ്, അതിടാം. ഓക്കെ, നമ്മുടെ വാട്ടർമെലൻ ഓർ വത്തക്ക പീസസ് ഇട്ട് കൊടുക്കും. കാണാൻ എന്തൊരു ചേലാണ്. നൈസ്, ബ്യൂട്ടിഫുൾ. പീസസിൻ്റെ ഷേപ്പും സൈസൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. വി ക്യാൻ ഡിസൈഡ്. പിന്നെ വത്തക്ക പീസസ് എല്ലാം ഇട്ട് കഴിഞ്ഞു. ഓക്കെ, കുപ്പി ഓൾമോസ്റ്റ് ഫുള്ളായി. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞത് നോക്കി, ബ്യൂട്ടിഫുൾ അല്ലേ. ഇത് തന്നെ അടച്ച് വയ്ക്കാം. ഇതൊരു 1 ഡേ പോലും വേണ്ട. ഇന്നിപ്പോൾ ഇട്ടില്ല, നാളെ തന്നെ ഇത് സെറ്റാകും. ആക്ച്വലി പറഞ്ഞാൽ നാളെ സെറ്റാകും. കഴിച്ചു തുടങ്ങാം. ഇതുപോലെ ജാമ്പയ്ക്കൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, സെയിം. ഓക്കെ, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടെ. വാവ്, വെരി കളർഫുൾ, നല്ല ഭംഗിയുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഇനി അടുത്ത പരിപാടി, അടുത്ത കുപ്പിയിൽ നിറയ്ക്കാം. സെക്കൻഡ് ബോട്ടിൽ ഇതെല്ലാം കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. സെയിം മെത്തേഡ് തന്നെ. തിളപ്പിച്ചാറിയ വെള്ളം, ചൂടുവെള്ളം അത് ഒഴിക്കുന്നു. ഉപ്പ്, പഞ്ചസാര, പിന്നെന്താ പച്ചമുളക്, വിനാഗിരി ആൻഡ് വാട്ടർ. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇടുന്നത്. കുപ്പിയിലേക്ക് ആദ്യം ഷുഗർ 2-3 ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ. ഉപ്പ് അതുപോലെ, അതും അത്ര തന്നെ ഇടുന്നു. 3 ടേബിൾ സ്പൂൺ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ്. മാങ്ങയിൽ ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്, എങ്കിലും 1/2 കപ്പ് വിനീഗറും കൂടി ചേർക്കണം. വിനാഗിരി, പച്ചമുളക് ഒരു 6 എണ്ണം, 6-7 ഒക്കെ എരിവനുസരിച്ച് ചേർത്താൽ മതി. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആഫ്റ്റർ ദാറ്റ് പച്ചമാങ്ങയുടെ പീസസും ക്യാരറ്റ് പീസസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാവരും കൂടി ഫ്രണ്ട്സായിട്ട് അകത്ത് കിടക്കട്ടെ.
ഇതിനോടൊപ്പമാണ് കോവയ്ക്ക പീസസും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി വേണ്ടി വരും, ഒഴിച്ചു കൊടുക്കാം. മുങ്ങി കിടക്കാനുള്ള വെള്ളം വേണം. ഓക്കെ, സെക്കൻഡ് ബോട്ടിൽ ഈസ് ഓൾസോ റെഡി. ഇതൊരു 2 ദിവസം ഇരിക്കട്ടെ, 2 to 3 days. ഇത് ഒരു ദിവസം കൊണ്ട് ഓക്കെയാണ്. ഇതൊരു 2-3 ദിവസം, 3 days വയ്ക്കാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വയ്ക്കാം എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് തുടങ്ങിയാൽ മതി, പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അതും കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഭയങ്കര ടൈറ്റായിട്ട് അടയ്ക്കണ്ട, ഇച്ചിരി ലൂസാക്കി അടച്ചാൽ മതി. ഫെർമെൻറ്റേഷൻ. ഇനി 3ാമത്തെ കുപ്പി എടുത്തിട്ട് വരാം. അതിന് മുമ്പ് ആപ്പിളും കൂടി ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഫേവറേറ്റ് ആപ്പിളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നില്ലേ, അത് നമുക്ക് ഉപ്പിട്ട് കഴിക്കാം. സ്ലൈസസ് ആയിട്ട്, തിക്ക് സ്ലൈസസ്. ഇതെല്ലാം വിത്ത് സ്കിന്ന് തന്നെയാണ്. ഒരു ഉപ്പിടുമ്പോൾ പിന്നെ സ്കിന്നില്ലാണ്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇങ്ങനെ മുറിച്ചാൽ മതി. നമ്മൾ ആപ്പിൾ കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കളർ മറന്ന കാര്യമായതുകൊണ്ട് ഉപ്പ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഓൾറെഡി വെള്ളം സെറ്റ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. ഓക്കെ, അങ്ങനെ ചെയ്യാം. ആ പച്ചമുളകിൻ്റെ എരിവും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്. ഓ, ഭയങ്കര എരിവാണ്. 5 to 6 എരിവനുസരിച്ചിട്ടുള്ളൂ. വെള്ളം ഒഴിക്കാം. ഇത് തിളപ്പിച്ച ആറിയ ചെറു ചൂട് വെള്ളം. ഒരുപാട് ചൂടൊന്നും പാടില്ല, കുറച്ച് വളരെ ലൈറ്റായിട്ട്. ഇനി വിനാഗിരി ഒഴിക്കാം, 1/2 കപ്പ്. തവി കൊണ്ടൊന്ന് ഇളക്കട്ടെ. ഇനി ആപ്പിൾ പീസസ് ഇട്ട് തുടങ്ങാം. അരിയുന്നത് ഇടാം. ഇതിപ്പോൾ ഞാനൊരു 4 ആപ്പിൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ആപ്പിളിൻ്റെ ചെറിയൊരു പുളിയും മധുരവുമാണ്. നമ്മൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മധുരം, പുളി, എരിവ് എല്ലാം കൂടി വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, ആപ്പിൾ പീസസ് ആർ ഓൾ ഗോയിങ് ഇൻസൈഡ്. അടിപൊളി, സൂപ്പർ. അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ടതെല്ലാം റെഡി. ഇച്ചിരി വെള്ളം കൂടി വേണം. അതൊക്കെ ഇങ്ങനെ മുകളിലേക്കൊക്കെ വന്ന് നിൽക്കും, അത് കാര്യമാക്കണ്ട, അതിലെല്ലാം പിടിച്ചോളും. അതതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഇങ്ങനെ വരുന്നത് മുകളിലേക്ക്. ഓക്കെ, എല്ലാം ഉണ്ട്. ഉപ്പ്, ചെറിയ പുളി, ചെറിയൊരു മധുരം, ചെറിയൊരു എരിവ്, പെർഫെക്റ്റ്. അപ്പോൾ അടയ്ക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആക്കാണ്ട് സിമ്പിളായിട്ട് അടച്ച് വയ്ക്കാം, ഒരു അല്പം സ്പേസ് ഇട്ടിട്ട്. ഓക്കെ, ഇതും കൂടി എടുത്ത് വെക്കട്ടെ. ഇവിടെ നമ്മുടെ നല്ല വെയിറ്റ് ഉണ്ട്. ഓ, രക്ഷയില്ല, ഹെവി. അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഉപ്പിലിട്ടതൊക്കെ ഇവിടെ റെഡിയാക്കി. ഇനി നമ്മൾ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും, ഏത് ഫ്രൂട്ട്, ഐ മീൻ മുന്തിരിങ്ങയൊക്കെ ഇല്ലേ, പച്ച മുന്തിരിങ്ങ, അതും എല്ലാം ഇതുപോലെ ഇടാൻ പറ്റും. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ, ഏതൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ നമുക്ക് പിക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉപ്പിലിടാം, അത് അടിപൊളിയായിരിക്കും. ഓക്കെ, ചിലതൊക്കെ ഇങ്ങനെ മാങ്ങയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് അതിൻ്റെ ഒരു പുളിയും കൂടി കയറി വരും. എന്തായാലും പുളിയും ഉപ്പും ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. വിനീഗർ ചേർക്കുന്നുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, അങ്ങനെ അടിപൊളിയാണ്. പൈനാപ്പിളൊക്കെ നമ്മൾ ഇടാറുണ്ട്, നമ്മൾ ഇട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ കാണിച്ചിട്ടില്ല ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു എക്സലൻറ്റ് ഉപ്പിലിട്ടതാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കുറിച്ചുകൊണ്ട് നടക്കുന്ന പോലെ എടുത്ത് കഴിച്ചുകൊണ്ട് നടക്കുക. ആഹാ, അത് വേറൊരു രസമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ.
ഞാൻ ഇന്ന് ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ അതായത് ഒരെണ്ണം ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെക്കും. അന്ന് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കാര്യം ഇത് അപ്പം സെറ്റാവും നാളെ തന്നെ. ബാക്കി 2 കാര്യങ്ങൾ 2-3 ദിവസം കഴിയട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് വെയിറ്റ് ചെയ്യുമല്ലോ അല്ലേ. ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെയാണ്, ഞാൻ കഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ടത് അത് ഒരു സ്റ്റേജ് നിങ്ങൾ കണ്ടല്ലോ ഇട്ട രീതി. ഇപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞു. ആക്ച്വലി പറഞ്ഞാൽ ഒരു 1.5 ദിവസം കൊണ്ട് റെഡിയാകുന്ന ആണ് നമ്മുടെ തണ്ണിമത്തൻ. പിന്നെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ റെഡിയാകും. ആപ്പിളും ഒരു 1.5-2 ദിവസം കൊണ്ട് ഓക്കെ ആകും. പക്ഷേ ഞാനിവിടെ ഇല്ലായിരുന്നു. ഒരു 3 ദിവസം ഞങ്ങളൊരു സ്റ്റേക്കേഷന് പോയിരിക്കുകയായിരുന്നു, ഞാനും പുടുക്കുട്ടിയും അനുമോളും ഒക്കെ. അപ്പം അതുകൊണ്ട് തന്നെ പുടുമോളുമായിട്ട് എല്ലാവരും കൂടെ ഒരു കറക്കമായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഒരു 3 days ആയി എന്ന് പറയാം. അപ്പോൾ ഇത് ഏകദേശം എല്ലാം സെറ്റാണ്, റെഡി ആയിരിക്കണം, എല്ലാം കറക്റ്റ്. നോക്കിക്കോളൂ. യെസ്, നമ്മുടെ ഉപ്പിലിട്ടത് എല്ലാം കളറൊക്കെ ഒന്ന് ചെറുതായിട്ട്, ആപ്പിളൊക്കെ ഒന്ന് വാടിയ കളറായില്ല എൻ്റെ ഒറിജിനൽ. പക്ഷേ അതിൻ്റെ ഈ വെള്ളത്തിന്, അതായത് ആ വാട്ടർ ഉണ്ടല്ലോ, ഉപ്പ് വെള്ളം, അതിന് ഇതിൻ്റെ ഒരു കളർ ഇറങ്ങിയിട്ടാണ് ഈ തണ്ണിമത്തൻ്റെ ആണെങ്കിലും ഇതാണെങ്കിലും ചെറിയൊരു പിങ്ക് ടോണിലേക്ക് മാറിക്കഴിഞ്ഞു. യെസ്, മാങ്ങ ആൻഡ് ബാക്കി കോവയ്ക്ക ക്യാരറ്റൊക്കെ വലിയ കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇനിയിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. യെസ്, ഓരോന്നായിട്ട് നമുക്ക് തുറക്കാം. ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ഇനി എടുത്തിട്ട് ഓ മൈ ഗോഡ്, ഉപ്പൊക്കെ നന്നായി പിടിച്ചു. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. എരിവ് കഴിച്ചാൽ എനിക്ക് ചുമ വരും, ഇക്കിള് വരും. നൈസ്. പണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഉപ്പിട്ട കാരക്കയൊക്കെ കഴിക്കില്ലേ, അതുപോലത്തെ ഒരു ടേസ്റ്റ് ആപ്പിളിന്. എക്സലൻറ്റ്, അതിഗംഭീരം. ഈ പച്ചമുളകെല്ലാം അതിനകത്ത് കിടന്ന് നല്ല പിടിച്ചിട്ടുണ്ട്. അത് നമുക്കിനി വെറുതെ കഴിച്ചാലും നല്ലതാണ്, നല്ല എരിവായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ടേ മോരിലൊക്കെ ഇട്ട് കഴിച്ചാലും നല്ലതായിരിക്കും. ഓക്കെ, ഇത് മാറ്റി വയ്ക്കട്ടെ. അടയ്ക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് അടയ്ക്കരുത്, ഇച്ചിരി ലൂസാക്കി വേണം അടയ്ക്കാൻ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് നമ്മുടെ തണ്ണിമത്തനിലേക്ക് പോകാം. യെസ്, മുളകിൻ്റെ കളറൊക്കെ കണ്ടോ, നല്ല വാടിയിരിക്കുന്നത്, കളറെല്ലാം ഫീൽ. ആഹാ, തണ്ണിമത്തന് ആ സ്വീറ്റായിട്ടല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഉപ്പും എരിവും ചെറിയൊരു സ്വീറ്റ്നെസ്, പുളിയും എല്ലാം കൂടി രക്ഷയില്ല. ടു ഗുഡ്. ഞാൻ അങ്ങനെ കഴിച്ച് എനിക്ക് BP ഉള്ള ആളാണ്. നല്ല ഭാരം. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ. അയ്യടാ, ഇതാണ് നമ്മുടെ കോവയ്ക്ക, മാങ്ങ ആൻഡ് ക്യാരറ്റ്. ഇത് എല്ലാം ഓരോന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ക്യാരറ്റെല്ലാം താഴെ പോയി നിൽക്കുകയാണ്, വെയിറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ മേളിലും കുറേ കാര്യങ്ങൾ താഴെ, പക്ഷേ എല്ലാത്തിലും നന്നായിട്ട് ഉപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കോവയ്ക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. കോവയ്ക്കാണെന്നേ പറയില്ല, വെള്ളരിക്ക കഴിച്ച പോലെ ഉണ്ട്. നൈസ്. ആ ഒരു കരികരിപ്പും സൂപ്പർ. നമ്മുടെ മാങ്ങ ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ മാങ്ങ. പെർഫെക്റ്റ്. ക്യാരറ്റിനെ മുങ്ങി തപ്പണം, താഴോട്ട് പോയി കിടക്കുക എല്ലാവരും. യെസ്,
ആ സൂപ്പർ. എന്താ കോമ്പിനേഷൻ. ഇതിൻ്റെ ചാറൊക്കെ ഒഴിച്ചിട്ടേ കഞ്ഞിയിലൊഴിച്ച് കുടിക്കാം, പഴങ്കഞ്ഞിയിലൊഴിച്ച് കുടിക്കാം. ആ മുളകൊക്കെ ഞെരടി ഇച്ചിരി തൈരും കൂടി ഒഴിച്ച് പഴങ്കഞ്ഞി കുടിച്ച് പോകുമ്പോൾ സൂപ്പറായി. ഇച്ചിരി ഇതിൻ്റെ ചാറും കൂടി ഒഴിച്ചിട്ട് അവൻ കഞ്ഞിയും നല്ലതാണ്, ചൂട് കഞ്ഞി, പഴങ്കഞ്ഞി, ഇച്ചിരി തൈരും കൂടി വേണം കേട്ടോ. എക്സലൻ്റ് ആയിരിക്കും. ചുമ്മാ പറക്കി കഴിച്ചുകൊണ്ട് നടക്കാം. പക്ഷേ എനിക്കിതൊരു ടെൻഡൻസിയാണ്, എനിക്കിഷ്ടമാണ് ഉപ്പിട്ടതെല്ലാം. പക്ഷേ എനിക്ക് ഒരുപാട് ഉപ്പ് കഴിക്കാൻ പാടില്ല എന്നാണ്, പക്ഷേ ഞാൻ കഴിക്കും. അതാണ് എൻ്റെ പ്രശ്നം. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അറിയാണ്ട് കഴിച്ചു പോകും. അപ്പം നിങ്ങളും എല്ലാവരും ഉണ്ടാക്കുക. ഇഷ്ടമുള്ള ഏത് വെജിറ്റബിളും ഏത് ഫ്രൂട്ടും, മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാം. ഓക്കെ, വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. പുറത്ത് വയ്ക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ വിനീഗറൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൂപ്പൊന്നും അടിക്കില്ല. ബട്ട് റിസ്ക് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, കുറേ ദിവസം വയ്ക്കും. ഇത് അധികം ദിവസമൊന്നും ഇരിക്കില്ല. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. എന്തായാലും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം, കുറച്ച് ദിവസം വെക്കാനാണെങ്കിൽ. ഇല്ലെങ്കിൽ പുറത്ത് വെച്ച് 2-3 ദിവസം കൊണ്ട് തന്നെ കഴിച്ച് തീർക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ? ഉണ്ടാക്കി നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.